റീസെർച്ച് ചെയ്ത് പഠിക്കാമെന്നാണ്. യൂട്യൂബിൽ പോയി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരിക്കും പൈത്തൺ ഓട്ടോമേഷൻ ഉണ്ട്, പൈത്തൺ വെബ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബാണ്. അപ്പോൾ മൊത്തം സിസ്റ്റമാണ്, ടെക്കാണ്, നോട്ടിൻ്റെ ആവശ്യമില്ല എന്നാ പറയാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെത്ര ഒരു പഠിക്കണമെന്നും പറഞ്ഞ് യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് റിസോഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റാതെ വെറുതെ 2 hours ബ്ലോഗും കാര്യങ്ങളും വ്ളോഗൊക്കെ കണ്ടിരുന്നിട്ട് കളഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് അതെങ്ങനെ ശരിയാക്കാൻ നോക്കാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു റീസെർച്ച് ആൻഡ് ലേൺ. ഒരു ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ റീസെർച്ച് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു 5 years ആയിട്ട് ഈ ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. ടോട്ടലി ഒരു 4 സ്റ്റെപ്പാണ് ഈ ഫ്രെയിം വർക്കിലുള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഡിഫൈൻ യുവർ ടോപ്പിക് ക്ലിയർലി. ദ സെക്കൻഡ് വൺ ഈസ് സെർച്ച് ഇൻ 3 levels. ഫസ്റ്റ് സെർച്ച് ലെവൽ ഈസ് ബിഗിനർ, പ്രാക്ടിക്കൽ ആൻഡ് ഡീപ്പ്. തേർഡ് വൺ ഈസ് യൂസ് ഡിഫറെൻറ്റ് സോഴ്സസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് എ സ്ട്രക്ചർഡ് റിസർച്ച് നോട്ട്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പില്ലർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പില്ലർ നമ്മൾ പറഞ്ഞത് ഡിഫൈൻ ദ ടോപ്പിക് ക്ലിയർലി. നമ്മൾ ആദ്യം തന്നെ ടോപ്പിക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നിന്നാണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന്. കാരണം ഇപ്പോൾ ഞാൻ പൈത്തൺ ഐ നീഡ് ടു ലേൺ പൈത്തൺ എന്ന് പറഞ്ഞ ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്ത് തുടങ്ങി. അത് ഞാൻ യൂട്യൂബിൽ പോയി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരിക്കും പൈത്തൺ ഓട്ടോമേഷൻ ഉണ്ട്, പൈത്തൺ വെബ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പൈത്തൺ AML ആൻഡ് ഡാറ്റാ സയൻസ്, അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ട്. നമ്മൾ ആദ്യം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ SEO, കോണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡ് അതിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇതിൽ ഏത് ഫീൽഡാണ് ഏത് ടോപ്പിക്കാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി സെക്കൻഡ് പില്ലർ എന്ന് പറയുമ്പോൾ സെർച്ച് ഇൻ 3 ലെവലാണ്. കാരണം ഡോണ്ട് ജസ്റ്റ് സെർച്ച് വൺസ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണ്. കാരണം നമ്മൾ പെട്ടെന്ന് പോയി ഒരു കാര്യം നേരെ സെർച്ച് ചെയ്യുക, അത് അത്ര ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യണം. ബിഗിനർ, പ്രാക്ടിക്കൽ ആൻഡ് ഡീപ്പ്. ബിഗിനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ടോപ്പിക് ഈസ് സിമ്പിൾ വേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ടോപ്പിക് എന്താണ് എന്ന് പറയുമ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് ഡിജാങ്കോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഡ്സ് ഈ പറയുകയാണെങ്കിൽ ഇതൊരു വെബ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ലൈബ്രറി അല്ലെങ്കിൽ ഫ്രെയിം വർക്കാണ്, അത്ര പറഞ്ഞ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ. ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ അല്ലെങ്കിൽ അങ്ങനെ എക്സാമ്പിൾ, അതേപോലെ തന്നെ റിയൽ വേൾഡ് പ്രൊജക്റ്റ് ഡിജാങ്കോ വെച്ച് ചെയ്തേക്കണ ഏതെങ്കിലും ഒരു വെബ് നോക്കുക, അതിങ്ങനെയാണ് അത് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ദ തേർഡ് വൺ ഈസ് ഡീപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗൈഡ്, അതേപോലെ തന്നെ ഉപയോഗിച്ചവർ പറഞ്ഞേക്കണ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവും. ഇതിങ്ങനെ ഉപയോഗിക്കരുത്, അത് ലോഡ് കൂട്ടും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കുക. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇത്ര നാളത്തെ അൽഗോരിതം ഇങ്ങനെയല്ല, അപ്പോൾ പുതിയ അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾ ഈ കീവേഡ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ #ടാഗ്സിന് വാല്യൂ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ ഡീപ്പിൽ വന്നത്. അപ്പോൾ സെർച്ച് ഇൻ 3 ലെവൽസ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബിഗിനറായിട്ട് നോക്കുക, പ്രാക്ടിക്കലായിട്ട് നോക്കുക, ഡീപ്പായിട്ട് നോക്കുക. ഇനി തേർഡ് വൺ ഈസ് യൂസ് ഡിഫറെൻറ്റ് സോഴ്സസ്. എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും യൂട്യൂബ് ഈസ് ദ ബെസ്റ്റ് വേ ടു വിഷ്വലി അണ്ടർസ്റ്റാൻഡ് ദ ഈച്ച് ടോപ്പിക്. പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബിലാണ്. നമ്മൾ വേറെ യൂട്യൂബ് മാത്രം വെക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾസ്, ബ്ലോഗ്സ്, കാര്യങ്ങളൊക്കെ വായിക്കുക അതിനെക്കുറിച്ചുള്ളത്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ബുക്കുകൾ ഉണ്ടാവും. പിന്നെ ചില ഡൗട്ടുകൾ ചിലപ്പോൾ യൂട്യൂബിൽ കിട്ടണമെന്നില്ല. റെഡിറ്റ് അല്ലെങ്കിൽ ക്യൂറയിലൊക്കെ ഈ ചോദ്യങ്ങൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ പോയിട്ട് ഈ ചോദ്യങ്ങൾ നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ChatGPT ക്ലൗഡയിലൊക്കെ കൊണ്ടുവന്നിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് 4th പില്ലർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് റീസെർച്ച് നോട്ട്. അപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ മൊത്തം സിസ്റ്റമാണ്, ടെക്കാണ്, നോട്ടിൻ്റെ ആവശ്യമില്ല എന്നാ പറയാം. ബട്ട് നോട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് 10 പാസീവ് സ്ക്രോളിങ് ഇൻ ടു ആക്റ്റീവ് ലേണിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പഠിച്ച് കഴിഞ്ഞ് അത് സ്ക്രോൾ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഇത് വന്ന് നോക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വീണ്ടും റിസോഴ്സ് ഫൈൻഡ് ചെയ്യാൻ നിൽക്കണം. അതിന് വേണം നമ്മൾ ടോപ്പിക്സ് സമ്മറൈസ് ചെയ്തോ റീസെർച്ച് നോട്ടാക്കി എഴുതി വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്ന് എടുത്ത് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ റിമെമ്പർ ദിസ് ഫോർമുല. എനിക്കൊരു 5 വർഷം ഞാൻ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായൊരു ഫോർമുലയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. സീ യു സൂൺ. സൈനിങ് ഔട്ട്.